നാലമ്പലം കേരളത്തിലെ 4 ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് നാലമ്പലം. രാമനും സഹോദരന്മാർക്കുമുള്ള ക്ഷേത്രങ്ങളാണിവ. കേരളത്തിൽ 5ഓളം നാലമ്പലങ്ങളുണ്ട്. ഇവയിൽ പ്രസിദ്ധമായത് തൃശൂർ, എറണാകുളം ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, കൂടൽമാണിക്യം ഭരതക്ഷേത്രം, മൂഴിക്കുളം ലക്ഷ്മണ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ഇനി നാലമ്പല യാത്ര എങ്ങനെയാണെന്ന്. നാലമ്പല യാത്ര തൃപ്രയാറിലെ രാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് പായമ്മലിലെ ശത്രുഘ്ന ക്ഷേത്രത്തിൽ അവസാനിക്കും. യഥാക്രമം രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ 4 ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പതിവാണ്. പുണ്യമാസമായ കർക്കിടകത്തിലെ ഒരു ദിവസം ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടനം അനുഗ്രഹങ്ങൾ ചൊരിയുമെന്നും ഐശ്വര്യം ഉറപ്പാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തൃപ്രയാറിൽ നിന്ന് ആരംഭിച്ച് കൂടൽമാണിക്യം, മൂഴിക്കുളം വഴി പായമ്മലിൽ എത്തുന്നു. ഇനി തൃപ്രയാർ ക്ഷേത്രം. തൃപ്രയാർ ക്ഷേത്രത്തിൽ 6 അടി ഉയരമുള്ള ഭഗവാന്റെ ശംഖം, സുദർശന ചക്രം, വടി, മാല എന്നിവ കിഴക്കോട്ട് ദർശനമായി വളരെ ഉഗ്രമായ രൂപത്തിലുണ്ട്. അവൻ നിൽക്കുന്ന ഭാവത്തിൽ കാണപ്പെടുന്നു. വെടിവഴിപാടും മീനൂട്ടുമാണ് പ്രധാന വഴിപാട്. സ്വയം ഭരണ സ്ഥാപനമായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിന്റെ മധ്യത്തിലാണ് തൃപ്രയാർ. തൃശൂർ വഴി വരേണ്ടവർ ചേർപ്പിലെത്തി പടിഞ്ഞാറേ നടവഴി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെത്തണം. ഇവിടെയാണ് പ്രസിദ്ധമായ രാമക്ഷേത്രം. നാലമ്പലം തീർത്ഥാടനത്തിന്റെ ഭാഗമായി ദർശനം നടത്തുന്ന ആദ്യ ക്ഷേത്രമാണിത്. രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 8 വരെയുമാണ് ദർശനം. മീനൂട്ടും വെടിവഴിപാടുമാണ് പ്രധാന വഴിപാടുകൾ. തൃപ്രയാറിലേക്ക് റോഡ് മാർഗം എത്തേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ തൃശ്ശൂരിന് 25 കിലോമീറ്ററേ ഉള്ളൂ. ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്ന് തൃപ്രയാറിൽ സൗജന്യമായി എത്തിച്ചേരാം. റെയിൽവേ മാർഗം തൃശ്ശൂർ 25, ഗുരുവായൂർ 24. വിമാനമാർഗമാണെങ്കിൽ കൊച്ചിയിൽ 60 കിലോമീറ്റർ. ഇതാണ് തൃപ്രയാർ ക്ഷേത്രം. രാമചന്ദ്രായ വേദസേ ദേവസ്വം ബോർഡിന്റെ സ്വാഗതം. പ്രത്യേക പോലീസ് അറിയിപ്പ്. ക്ഷേത്രത്തിൽ തിരക്കേറിയതിനാൽ നിങ്ങളുടെ വിലയേറിയ സ്വർണ്ണാഭരണങ്ങളും മണിപേഴ്സുകളും സൂക്ഷിക്കുക. കൊച്ചുകുട്ടികൾ ഇതിലിട്ടോളൂ. ഇതിലുള്ള ഒരു ഇല കയറുന്ന ഒരു ഇതിലിടും.
കൂടൽമാണിക്യം ക്ഷേത്രം ഇരിഞ്ഞാലക്കുടയിലാണ്. രാമന്റെ രണ്ടാമത്തെ സഹോദരനായ ഭരതന്റെ ആരാധനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 6 അടി ഉയരമുള്ള മറ്റൊരു ഭഗവാന്റെ വിഗ്രഹമുണ്ട്. തൃപ്രയാറിൽ കാണുന്ന അതേ സാധനങ്ങൾ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിൽ കിഴക്കോട്ട് അഭിമുഖമായി ഉഗ്രരൂപത്തിൽ കാണപ്പെടുന്നു. ഒരു വിഗ്രഹം മാത്രമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ക്ഷേത്രത്തിന് ഒരു സ്വകാര്യ ദേവസ്വമുണ്ട്. ഇത് ഒരു അതുല്യ വൈഷ്ണവ ക്ഷേത്രവും സന്ദർശിക്കുന്ന രണ്ടാമത്തെ ക്ഷേത്രവുമാണ്. തൃപ്രയാറിൽ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ പോയി എടമുട്ടത്ത് നിന്നോ 3 പീടികയിൽ നിന്നോ വഴി തിരിച്ചുവിടണം. തൃപ്രയാറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഇരിഞ്ഞാലക്കുട. പുലർച്ചെ 3 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയും ദർശനം സാധ്യമാണ്. താമരമാല, വഴുതന നിവേദ്യം, വേദി, ഗീലം, മീനൂട്ട് എന്നിവ പ്രധാന വഴിപാടാണ്. ഇരിഞ്ഞാലക്കുടയിലേക്ക് റോഡ് മാർഗം തൃശ്ശൂരിൽ നിന്ന് റോഡ് മാർഗം സൗജന്യമായി ഇരിഞ്ഞാലക്കുടയിലേക്ക് എത്തിച്ചേരാം. 22 കിലോമീറ്റർ. റെയിൽവേ മാർഗമാണെങ്കിൽ 9 കിലോമീറ്റർ ഇരിഞ്ഞാലക്കുടയിലേക്ക്. വിമാന മാർഗമാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് 46 കിലോമീറ്റർ. വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യരുത്. വസ്തുക്കളും വലിച്ചെറിയുകയോ ചെയ്യരുത്. സമീപത്തുള്ള കൗണ്ടറിൽ നിന്നും മീനൂട്ട് വഴിപാടിന് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ഏക ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. ആൾവാർമാർ സ്തുതിച്ച 108 ദിവ്യദേശങ്ങളിൽപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഏക ക്ഷേത്രം കൂടിയാണ് തിരുമൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തൃപ്രയാറിലെ വിഗ്രഹത്തിന് സമാനമായി ശംഖം, സുദർശന ചക്രം, ഗദ, താമര എന്നിവ പിടിച്ച് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്ന മറ്റൊരു വിഗ്രഹം ഈ ക്ഷേത്രത്തിലുണ്ട്. മൂഴിക്കുളം ക്ഷേത്രം ലക്ഷ്മണന്റെ പ്രതിഷ്ഠയുള്ള 3ാമത്തെ ക്ഷേത്രമാണിത്. ഇത് എറണാകുളം ജില്ലയിൽ പ്രസിദ്ധമായ അന്നമനട മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളംകല്ലിലൂടെ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കൊടുങ്ങല്ലൂരിലേക്ക് പോയി മാള, അന്നമനട, തുടർന്ന് മൂഴിക്കുളം എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്നു. 4 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 8 വരെയുമാണ് ദർശനം. മൂഴിക്കുളത്തിലേക്ക് റോഡ് മാർഗം എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തൃശൂർ പട്ടണത്തിൽ നിന്നാണെങ്കിൽ ഏകദേശം 50 കിലോമീറ്റർ തെക്കുമാറിയാണ് ക്ഷേത്രം. റെയിൽവേ മാർഗമാണെങ്കിൽ അങ്കമാലിയിൽ നിന്ന് 8.7 കിലോമീറ്റർ, വിമാന മാർഗമാണെങ്കിൽ 15 കിലോമീറ്റർ. പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം തൃപ്രയാറുള്ളതുപോലെ സമാനമായി ഏറ്റവും ചെറിയ വിഗ്രഹമുള്ള ഏറ്റവും ചെറിയ ക്ഷേത്രമാണ് പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം. അവസാനമായി സന്ദർശിക്കേണ്ട ക്ഷേത്രമാണിത്.
വെള്ളാങ്കല്ലൂരിലെത്തി പടിഞ്ഞാറൻ വാർഡുകളിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ച് അരിപ്പാലത്തെത്തും. വലത്തോട്ട് തിരിഞ്ഞ് ക്ഷേത്രത്തിലെത്തുക. സുദർശനം സമർപ്പണമാണ് വഴിപാട്. സദർശന സമയം രാവിലെ 5 മുതൽ കാലത്ത് 10:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ്. കർക്കിടക മാസത്തിൽ മാത്രം ദർശന സമയം രാവിലെ 5 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും വൈകുന്നേരം 4:30 മുതൽ 8 മണി വരെയുമാണ്. ഇനി ഇത് എങ്ങനെ എത്തിച്ചേരാം? റോഡ് മാർഗമാണെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ, മതിലകത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെ. റെയിൽവേ മാർഗമാണെങ്കിൽ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 15 കിലോമീറ്റർ. വിമാന മാർഗമാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് 45 കിലോമീറ്റർ. ക്യൂവിൽ നിൽക്കാതെ ശത്രു സംഹാര മന്ത്രാർച്ചന. എനിക്കിതുപോലെ വീഡിയോ ഇടാൻ കാരണം മാതൃഭൂമിയിലെ ക്യാമറാമാനും എൻ്റെ അനിയനുമായ അമൽദേവ് അയച്ചു തന്ന വീഡിയോ കൊണ്ടാണ്. അപ്പോൾ അവനോട് ഒരുപാട് കടപ്പാടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാം. എല്ലാവരും കർക്കിടക മാസത്തിൽ നാലമ്പലം ചുറ്റ പുണ്യമാസം പുണ്യമാക്കാം. ശത്രു സംഹാര മന്ത്രാർച്ചന. ശ്രീരാമ ജയം, ശ്രീരാമ ജയം, ശ്രീരാമ ജയം.